ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകുന്ന കൊട്ടാരക്കര മീൻപിടി പാറയിലേക്കാണ്. അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ നമ്മുടെ അനിയനും നമ്മുടെ ചേട്ടന്മാരെല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ടൂറിസം കേന്ദ്രമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ ചെന്ന് നമ്മുടെ കാഴ്ചയിലേക്ക് പോകും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചേട്ടാ. നമ്മൾ ഈ റോഡ് നേരെ ഇറങ്ങുന്ന ഇവിടെ ഒരു ചെറിയൊരു സ്ഥലമുണ്ട്. സ്ഥലത്തിൻ്റെ പേര് കൊച്ചാലംപൂട് എന്നാണ്. നേരെ ഇതാണ് കേട്ടോ കൊച്ചാലംപൂട്. ഇവിടെ നമ്മൾ ഇവിടുന്ന് റൈറ്റ് എടുത്ത് പോകും. അപ്പോൾ നമ്മളിത് മീൻപിടി പാറ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തോട്ടാണ് നമ്മൾ കയറി പോകാൻ പോകുന്നത്. ഞാനിതുവരെ ഇവിടെ വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ നമ്മുടെ ചേട്ടനറിയാം കേട്ടോ വഴിയൊക്കെ. അവരിവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമുണ്ട്. അവർക്ക് ഇതിനെ പറ്റിയെല്ലാം നല്ലോണം അറിയാം. ഇതാ ഇനിയിപ്പോൾ നേരെ ഈ കുറച്ച് ദൂരം പോയാൽ മതിയോ? പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോയാൽ മതി കേട്ടോ. അവിടെ എന്തായാലും മീൻപിടി പാറ ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും അതായത് ഇവിടെ എന്താ ഒരു ബോർഡുണ്ട് കേട്ടോ. ഇത് ആ കോളേജിൻ്റെ ബാക്കാണോ? ഇവിടെ വണ്ടികളൊക്കെ വന്ന് കിടക്കുന്നു. ഇവിടെ വന്നവരായിരിക്കുമല്ലേ. ഇവിടെ എന്തോരം ബ്ലോക്കാണെന്ന് തോന്നുന്നു. കാർ റിവേഴ്സ് എടുത്ത് ഇങ്ങോട്ട് വരുന്നു കേട്ടോ. അപ്പോൾ കാഴ്ച നമ്മൾ വേണ്ട മീൻപിടി പാറയുടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കണം കേട്ടോ. ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ അകത്തോട്ട് പോകാൻ പോവുകയാണ് കാഴ്ച. ഓക്കെ, ഗായ്സ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ. ഗായ്സ് അപ്പോൾ ഇതിനു മുമ്പ് ഇപ്പോൾ ഈ വെള്ളച്ചാട്ടം എന്ന് വെച്ചാൽ സാധാ ഒരു വെള്ളച്ചാട്ടം കണക്കായിരുന്നു. കൊല്ലം ഗവൺമെൻറ് ഇപ്പോൾ ഇത് ഏറ്റെടുത്തിട്ട് ഇപ്പോൾ ഇവിടെ എല്ലാം പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർത്തിയായിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇവിടെ കാണിച്ചു തരാണ്ട് ഈ ഭാഗത്തിൽ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇനി ഇവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടു കളയാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ വേണ്ട പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേണ്ട ഇവിടെ ഇപ്പോൾ എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റും. ഇവിടെ ചെറിയ ഗേറ്റ് കണക്കായിരിക്കും, പാലം പോലെ ആയിരിക്കും. പാലമായിരിക്കുമല്ലോ. ഇവിടെ ഇപ്പോൾ വേണ്ട ചെറുതായിട്ട് പാർക്ക് കണക്കെ തുടങ്ങുന്നുണ്ട്. വേണ്ട അപ്പോൾ ഇപ്പം നമുക്ക് ഈ പാർക്കിൽ അങ്ങനെ കയറാനൊന്നും പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പോലീസൊക്കെ വരും. ഇപ്പോഴെന്ന് വെച്ചാൽ ഇവിടുത്തെ പണിയെല്ലാം പൂർത്തിയായതിന് ശേഷമാണെങ്കിൽ നമുക്കിവിടെ അവർ പറയുന്ന ഫീസൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാവുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് കയറുന്നതിന് ഫ്രീ ആണ് കേട്ടോ.
ഇവിടെ അടുത്ത് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ചേട്ടന് എനിക്കറിയാവുന്നതിനേക്കാളും നല്ല കാര്യങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം നല്ലോണം നമ്മുടെ ചേട്ടനറിയാം. അപ്പം ചേട്ടാ അപ്പോൾ നമുക്ക് പറഞ്ഞു തരും ഇവിടുത്തെ ഉള്ള കാര്യങ്ങളെല്ലാം. ഗായ്സ്, ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഇവിടെ ടൂറിസം കേന്ദ്രങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ സ്ഥിരം വന്ന് ചാടാനുള്ള സ്ഥലമായിരുന്നു. ഇപ്പോൾ പക്ഷേ ചാടാനുള്ളതാണെങ്കിലും ഒരു കാര്യം മെയിനായിട്ട് നോക്കുക, മഴയുള്ള സമയത്ത് വരുമ്പോൾ സൂക്ഷിക്കുക. കാരണം ഇവിടെ കുറേ കയങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അറിയാത്തവരൊന്നും ഇത് ചാടരുത്. വെള്ളം കൂടുതലുള്ള സമയത്ത് ഒന്നെങ്കിൽ ആൾക്കാരോട് ചോദിച്ചിട്ട് ഇറങ്ങുക, അല്ലെങ്കിൽ സൂക്ഷിച്ച് കണ്ട് നിൽക്കണം. ഇപ്പോൾ വേനൽക്കാലമാണ് ഗായ്സ്, നിങ്ങൾക്ക് വെറും ഒരു ചെറിയ തോട് പോലെ തോന്നുന്നത്. അല്ല വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ അവസ്ഥ എന്താണ്. ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ. ഇത് കഴിയുമ്പോഴത്തേക്ക് എന്തായാലും പുതിയ ചാർജുകളും കാര്യങ്ങളൊക്കെ ഈടാക്കുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് എന്തായാലും പുതിയൊരു വീഡിയോ ഇടുന്നുണ്ട്. കാര്യം ഇതിൻ്റെ പണി തീർന്നതിന് ഫുള്ളായിട്ടൊന്ന് നമുക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, നല്ല നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്നും പുല്ലൂർ പോകുന്ന റൂട്ടിനകത്ത് ഗ്രിഗോറിയസ് കോളേജ്, സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജിൻ്റെ സൈഡിൽ കൂടി താഴോട്ട് കിടക്കുന്ന വഴിയിലാണ് മീൻപിടിപ്പാറിലേക്ക് പോകുന്നത്. അപ്പോൾ പൊളി ഏരിയയാണ് ഗൈസ്. ഓക്കെ, ഇനി അപ്പം നേരെ നമുക്ക് അവിടെ ചെന്ന് നമ്മൾ എന്തെങ്കിലും വെറുതെ നിൽക്കുകയല്ല, നേരെ അവിടെ നിന്ന് കുളിക്കണം അല്ലേ? അപ്പോൾ ഞങ്ങൾ എന്തായാലും അതെ, നമ്മളെന്തായാലും അവിടെ നിന്ന് കുളിക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ കുളിക്കാൻ പറ്റിയ ഏരിയ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി കുളിക്കാം ഗായ്സ്. അപ്പം ഇനി നേരെ നമ്മൾ വന്ന വഴിയിൽ അങ്ങോട്ട് തന്നെ പോവുകയാണ്. വന്ന് ഇറങ്ങിയ സ്ഥലത്ത് നമുക്ക് കുളിക്കാൻ പറ്റിയ നല്ല സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ ആകുമ്പോൾ നമുക്ക് നല്ലോണം ഇറങ്ങാം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് വിടാം. ഓക്കെ ഗായ്സ്, ഇതാണ് അപ്പോൾ നമ്മുടെ വെള്ളച്ചാട്ടം. ഇവിടെയാണ് നമ്മളിപ്പോൾ ചാടാൻ പോകുന്നത്. പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ ഇതൊന്നുമല്ല വൈബ്, വേറെ വൈബ് സ്ഥലമുണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ. അതിനുവേണ്ടി പ്രത്യേകം നമ്മൾ വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ഇവിടുത്തെ വൈബിനേക്കാളും പൊളി വൈബാണ് അവിടെ. അത് കണ്ടുപോകണം. അപ്പോൾ കണ്ടു നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല ഗായ്സ്. എന്തായാലും ഇവിടുത്തെ കാഴ്ച നമുക്ക് വാങ്ങാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്ന് പൊളിക്കട്ടെ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്താൽ നേരെ നമ്മളിനി വെള്ളത്തിലോട്ട് എടുത്തങ്ങ് ചാടാൻ പോകണം. ഓക്കെ ഗൈസ്, പോയി പൊളിക്കാക്കെ പോ. ഓക്കെ ഗായ്സ്, അപ്പോൾ അതെ നമ്മൾ ഉദ്ദേശിച്ചത്ര വെള്ളമൊന്നുമില്ല, എന്നാലും കുളിക്കാൻ നല്ല പൊളിയാണ് കേട്ടോ. പക്ഷേ കുറച്ചുകൂടെ നല്ലോണം വെള്ളം ആവാൻ നേരത്ത് കുളിക്കാൻ നല്ല രസമുണ്ട്. ഇവിടെ എന്തായാലും നമുക്ക് ഇന്നത്തേക്കാളും നമുക്ക് ഇഷ്ടപ്പെട്ടു. കാരണം വെള്ളത്തിലൊക്കെ ഇറങ്ങി നല്ലോണം ഒന്ന് പൊളിച്ച് ഗൈസ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഓക്കെ.